ഹലോ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ 4-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ കടക്കുന്നതിന് മുന്നേ നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യങ്ങളായിട്ട് വരുന്നുണ്ട്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ട് പലതും നമുക്ക് വേണം. അപ്പോൾ ഈ ആവശ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. അടിസ്ഥാന ആവശ്യങ്ങൾ, സന്തോഷദായക ആവശ്യങ്ങൾ അല്ലേ? അപ്പം അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതുപോലെയുള്ള നമുക്കത് കൂടാതെ ജീവിക്കാൻ പറ്റില്ല. അത്രയും ബേസിക് ആയിട്ടുള്ള അങ്ങനെയുള്ള ആവശ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? അടിസ്ഥാന ആവശ്യങ്ങൾ. നെക്സ്റ്റ് സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആഡംബര കാറുകൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഉയർന്ന മൂല്യമുള്ള വസ്ത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂലേ? നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് വാങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വേണം. നമുക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. അതേപോലെ തന്നെ നമുക്ക് ചികിത്സ കിട്ടണമെങ്കിൽ ഡോക്ടേഴ്സ് വേണം. ഇങ്ങനെയുള്ള സേവനങ്ങൾ ഉണ്ടാണെങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റലുകൾ, ഡോക്ടേഴ്സ് ഇവരെയൊക്കെ നമ്മൾ എന്താ ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് ഉൽപ്പാദിപ്പിക്കണം. എന്നാലേ നമുക്ക് ഇതൊക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ലഭിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതാണ് നമ്മൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 3 അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കഥയിലൂടെ പോകാം. അതായത് ഒരു സ്കൂളിൽ പുതിയൊരു പ്രിൻസിപ്പൾ വരികയാണ്. അപ്പോൾ അവർ ഇങ്ങനെ അവിടുത്തെ സ്ഥലമൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നി, ഈ മക്കളെയൊക്കെ വെച്ചിട്ട് ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്താലോ. കാരണം എന്തായാലും അവർക്ക് ഉച്ചഭക്ഷണത്തിന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡ് വാങ്ങുന്ന സമയത്ത് പച്ചക്കറിയൊക്കെ വിഷമൊക്കെ ഉള്ള പച്ചക്കറിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അവർക്കത് ശീലമായും ചെയ്തോളും. ഒരു കൃഷി ചെയ്യുന്നതൊക്കെ പഠിക്കാനും ഒക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നു? കുട്ടികളെയൊക്കെ വിളിച്ച് ഒരു യോഗം വിളിച്ചിട്ട് കുട്ടികളോടൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ ചിന്തിച്ചെന്താണ്? അവരുടെ മുന്നിലുള്ള ഫസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്ത് കൃഷി നമുക്ക് ചെയ്യും, എന്ത് ഉൽപ്പാദിപ്പിക്കണം നമുക്ക് എന്നതായിരുന്നു അവരുടെ ഫസ്റ്റ് പ്രോബ്ലം. അതായത് ഫസ്റ്റ് അവർ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് ചിന്തിച്ചപ്പോൾ ഒരുപാട് കൃഷികളുടെ പേരൊക്കെ എല്ലാവരും പറഞ്ഞു. അവസാനം അവർ ചീരകൃഷി ഉൽപ്പാദിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ചീരയായ കുറഞ്ഞ സ്ഥലം മതി. അവരുടെ അടുത്ത് ലിമിറ്റഡ് റിസോഴ്സാണ് ഉള്ളത്. കുറഞ്ഞ സ്ഥലം, അതുപോലെ കുറഞ്ഞ വെള്ളം അവർക്കുള്ളൂ. പിന്നെ കുറഞ്ഞ സമയം, അവർ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കുറഞ്ഞ സമയം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയും വേണം. അപ്പോൾ ഇതൊക്കെ വിഭവങ്ങൾ കുറവാണ് അവരുടെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് അവർ എന്ത് ഉൽപ്പാദിപ്പിക്കണം? അവർക്ക് പറ്റുന്നൊരു കൃഷി ഉൽപ്പാദിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അത് ചീരകൃഷി. ചീരയായ പെട്ടെന്ന് കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ഒരുപാട് പണികളൊന്നും ചെയ്യാതെ തന്നെ അത്യാവശ്യം പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനമാണ്. ഒരുപാട് ഒരുപാടായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണ്ട. പെട്ടെന്ന് വിത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കിളച്ചൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചൊക്കെ വെള്ളമൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് ഉണ്ടാവും അല്ലേ? അങ്ങനെ അവർ ചീര എന്ന് ആ പ്രോബ്ലത്തിന് അവർ ഉത്തരം കണ്ടെത്തി. നെക്സ്റ്റ് അവരുടെ പ്രശ്നം എന്തായിരുന്നു? അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അതായത് അവരുടെ കയ്യിൽ കുറച്ച് ആളുകളുണ്ട് എന്നല്ലാതെ വേറെ ഒരുപാട് ഒരുപാട് മൂലധനമൊന്നും അവരുടെ അടുത്തില്ല അല്ലേ? വേറെ മെഷീനൊക്കെ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കാനൊന്നും. അപ്പോൾ അവരെങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? അപ്പോൾ അവരെന്നെ പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം? കൊത്തി കിളച്ചൊക്കെ നമുക്ക് വിത്തൊക്കെ വിതറി നമുക്ക് സ്വന്തം കൈക്കൊണ്ട് തന്നെ ചെയ്യാം. അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിനും അവർ ആൻസർ കണ്ടെത്തി. അപ്പോൾ 2 സാമ്പത്തിക പ്രശ്നത്തിനും അവർ ആൻസർ കണ്ടെത്തി. നെക്സ്റ്റ് വൺ, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് അവരാദ്യം തന്നെ അല്ലേ, അവർക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ. പിന്നെ ബാക്കിയുള്ള പ്രോഡക്റ്റ് എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. അത് ബാക്കി വരുന്നത് കടയിൽ കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ സ്കൂളിലെ ഫണ്ടിലേക്ക് ഇടാം. എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലാവുമല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് സ്കൂളിലെ ഫണ്ടിലേക്ക് ഇടാമെന്നും തീരുമാനിച്ചു. അങ്ങനെ അവർ ഈ 3 സാമ്പത്തിക പ്രോബ്ലത്തിനും
എന്ത് ചെയ്തു, ആൻസർ കണ്ടെത്തി. അപ്പോൾ അവർ മാത്രമല്ല എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കൺട്രി ലെവലിൽ, ഒരു രാജ്യത്തിൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ രാജ്യവും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വീട്ടിലൂടെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അത് എങ്ങനെ തുടങ്ങണം അല്ലേ, ഏതൊക്കെ രീതിയിൽ അത് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ ഒരു കടയാണെങ്കിൽ ആ സാധനങ്ങൾ എങ്ങനെ വിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. അതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്തുൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട് അല്ലേ. അത് നേരത്തെ നമ്മൾ ടീച്ചേഴ്സ്, പ്രിൻസിപ്പളും മക്കളും എന്ത് ചെയ്തു, അവരുടെ കയ്യിലുള്ള വെള്ളം, ലഭ്യമായ വിഭവങ്ങൾ വെച്ചിട്ട് അവർ ഒരു തീരുമാനത്തിലെത്തിയില്ലേ. അതുപോലെ തന്നെ രാജ്യം എന്ത് ചെയ്യണം, എന്തുൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യത്തിൻ്റെ കയ്യിലുള്ള സാധനങ്ങളും ജനങ്ങളുടെ ആവശ്യമൊക്കെ മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കണം. അതുപോലെ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതും പ്രസക്തമാണ് അല്ലേ. അതായത് ഇപ്പം അരിയൊക്കെ ഒരുപാട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഉൽപ്പാദിപ്പിക്കേണ്ട, ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദിപ്പിച്ചാൽ അത് ജനങ്ങളുള്ളതിനനുസരിച്ച് ഉൽപ്പാദിപ്പിച്ചാൽ മതിയല്ലേ. അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ആവശ്യമുണ്ട്, നമുക്കത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും കയറ്റുമതിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉൽപ്പാദിച്ചാൽ മതി. അപ്പോൾ എത്ര ഉൽപ്പാദിപ്പിക്കണമെന്നും രാജ്യം തീരുമാനിക്കണം. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സേവനങ്ങളും സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് അല്ലേ. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ടാവും ഒരു രാജ്യത്ത്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. അത് നിർവഹിക്കണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വേണം അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും. അതായത് നമുക്ക് ഒരു സാധനം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം, അതിൻ്റെ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുപാട് ആ സാധനം കൊണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വിഭവങ്ങൾ, അവരുടെ കയ്യിലുള്ള ക്യാഷും അവരുടെ കയ്യിലുള്ള പിന്നെ ഇപ്പോൾ വെള്ളമാണെങ്കിലും ഭൂമിയാണെങ്കിലും ഒക്കെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, മറ്റുള്ള സാധനങ്ങൾക്ക് അവരുടെ കയ്യിൽ ക്യാഷ് ഉൽപ്പാദിപ്പിക്കാൻ കുറയും, ഇതിന് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കണം, പച്ചക്കറികൾ, ധാന്യങ്ങൾ എത്ര ഉൽപ്പാദിപ്പിക്കണം. അതായത് സാധനങ്ങൾ ഇപ്പോൾ ധാന്യങ്ങളുടെ പോരായ്മയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ധാന്യങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം, പച്ചക്കറി കുറയും. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയാം, ഒരു രാജ്യത്ത് ഫുഡ് ഷോർട്ടേജ് അനുഭവിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ, ഫുഡിന് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന രാജ്യമാണെങ്കിൽ അവിടെ കൂടുതൽ അവരുടെ കയ്യിലുള്ള ആ രാജ്യത്തിൻ്റെ കയ്യിലുള്ള ക്യാഷൊക്കെ ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്ഥലമൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അല്ലാതെ അവിടെ വല്ല ആണവായുധങ്ങളൊക്കെ അതിന് പകരം ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ജനങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് അടിസ്ഥാന ആവശ്യമാണ് ഫുഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അവരുടെ കയ്യിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വിഭവം കുറയും, ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലമാണ്, നമ്മുടെ രണ്ടാമത്തെ സാമ്പത്തിക പ്രശ്നമാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് അല്ലേ. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിന് ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2 രീതി നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാൻ പറ്റും. ഒന്ന് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി, മൂലധന തീവ്ര സാങ്കേതിക രീതി. അപ്പോൾ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ തൊഴിലാളികളെ വെച്ചിട്ടില്ലേ. ഇപ്പോൾ ചപ്പാത്തി മേക്കിംഗ് കമ്പനിയാണുള്ളത്, അതിൽ കൂടുതൽ തൊഴിലാളികളാണ്, അവർ സ്വന്തം കൈകൊണ്ട് പണി ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ തൊഴിലാളികളെ കൂടുതൽ വെച്ചിട്ട് ചെയ്യുന്നതിനാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. അല്ല, ഇനി മൂലധന തീവ്ര സാങ്കേതിക രീതിയാണെങ്കിൽ ഇവിടെ കണ്ടോ, മെഷീൻസൊക്കെ വെച്ചിട്ട് ഈ മൂലധനം ചിലവാക്കണം അല്ലേ, ക്യാഷ് വേണം ഇതൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ. ഇത് വാങ്ങിയിട്ട് മെഷീൻസ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വിളിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഉണ്ടോ, കൂടുതൽ ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യാം,
തൊഴിൽ ചെയ് അവരാളുകൾ തൊഴിലെടുത്ത് അല്ലേ ചപ്പാത്തിയൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, അങ്ങനെ ആളുകൾ മാത്രം മെഷീൻസൊന്നും കാര്യമായിട്ട് യൂസ് ചെയ്യാതെ ചെയ്യുന്നതിനെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ: കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപ്പാദനം അല്ലേ, ഇവിടെ കൂടുതൽ തൊഴിലാളികൾ വരുന്നുണ്ട്. കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം, അതായത് മെഷീൻസ് ഒന്നും വാങ്ങാത്തതുകൊണ്ട് അത്ര മൂലധനം ചിലവാകുന്നില്ല, തൊഴിലാളികൾക്ക് കൂലി കൊടുത്താൽ മതി, അതിലേറെ ക്യാഷ് വരൂലേ നമ്മുടെ യന്ത്രങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ. കൂടുതൽ സമയം ആവശ്യമായ ഉൽപ്പാദന രീതി, എന്താണ് കൂടുതൽ സമയം ആവശ്യം, അതായത് മെഷീൻസ് ചെയ്യുന്ന പോലെയല്ല, മനുഷ്യന്മാർ കൈകൊണ്ട് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്നാവില്ല, സാവധാനത്തിൽ, അപ്പോൾ സമയമെടുക്കും. പരിസ്ഥിതി സൗഹൃദപരമായ ഉൽപ്പാദന രീതി, അതായത് മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്ന പോലെയല്ല, മനുഷ്യന്മാർ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് സ്മോക്ക്, പുകകൾ, കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാനുണ്ടാവില്ല. അതുകൊണ്ട് പരിസ്ഥിതിക്കൊന്നും കൂടെ സൗഹൃദമാണ് അല്ലേ, സൗണ്ട് പൊല്യൂഷനൊന്നും ഉണ്ടാവില്ല. സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം ഇവിടെ സ്വാഭാവികമാണ് അല്ലേ, അതായത് കാര്യമായിട്ട് സാങ്കേതിക വിദ്യയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി. അങ്ങനെ പറഞ്ഞാൽ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയിലെ, അതായത് മൂലധനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ മെഷീൻസൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ മൂലധനം ഉപയോഗിക്കണം, ക്യാഷ് കൂടുതൽ വേണം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ്, അതായത് ഇവിടെ മെഷീൻസ് ചെയ്യും, തൊഴിലാളികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മെഷീൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിലാളികൾ വേണ്ടി വരില്ല. പിന്നെ കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നത്, അതായത് മെഷീൻസൊക്കെ വാങ്ങാൻ ഒരുപാട് മൂലധനം വേണ്ടി വരും, അതുകൊണ്ടാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നു, അതായത് മെഷീൻസ് ഉണ്ടാക്കുമ്പോൾ കണ്ട നല്ല വൃത്തിക്ക് എല്ലാം ഒരേ വലുപ്പത്തിൽ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി തീരൂല്ലേ, മനുഷ്യന്മാരുണ്ടാക്കുന്നവർ പല വലുപ്പത്തിലൊന്നും ആവില്ല. സാങ്കേതിക വിദ്യയെ കൂടുതലായിട്ട് ഇവിടെ ആശ്രയിക്കുന്നുണ്ട്, സാങ്കേതിക വിദ്യ വെച്ചിട്ടാണല്ലോ മെഷീൻസൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉൽപ്പാദനത്തിന് കുറഞ്ഞ സമയം, അതായത് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന പോലെയല്ല, മെഷീൻസ് ആകുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇവിടെ ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നെക്സ്റ്റ്, അതായത് മൂന്നാമത്തെ പ്രോബ്ലം, സാമ്പത്തിക പ്രശ്നം നോക്കാം നമുക്ക്. ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഒരു എക്സാമ്പിൾ, അതായത് നമ്മളെ ടീച്ചേഴ്സും മക്കളും, പ്രിൻസിപ്പളും മക്കളും, അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, അതെന്തൊക്കെ ചെയ്യാം അല്ലേ, അതിൽ വരുന്ന പ്രോഫിറ്റ് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അവരെന്ത് ചെയ്തു, തീരുമാനിച്ചു. അതേപോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലല്ലേ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ വിതരണം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ലഭ്യമായ വിഭവങ്ങൾ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമായ വിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതായത് എങ്ങനെ ആരിലേക്കൊക്കെ എത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഭൂമി വേണം, തൊഴിൽ വേണം അല്ലേ, തൊഴിലാളികൾ വേണം, അതിന് മൂലധനം ഇറക്കണം. പിന്നെ അതുപോലെ സംഘാടനം, ഒരാൾ അതിന് എല്ലാവരെയും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് സംഘാടനം ചെയ്തെങ്കിലല്ലേ അതിനെന്ത് കിട്ടുള്ളൂ, ആ ഒരു പ്രൊഡക്ഷൻ അവിടെ നടക്കുള്ളൂ, ഉൽപ്പാദനം. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൃഷി ചെയ്യണമെങ്കിൽ ഭൂമി വേണം അല്ലേ, നെൽകൃഷിയാണെങ്കിൽ അപ്പോൾ ഭൂമിക്ക് എന്ത് ചെയ്യണം, പാട്ടം കൊടുക്കേണ്ടി വരും. ഭൂമിയുടെ ഒരാൾ ചെയ്യുന്നുണ്ട്, ഭൂമി പാട്ടത്തിന് എടുത്താണെങ്കിൽ ആ പാട്ടത്തിനുള്ള പൈസ നെൽകൃഷിയിൽ നിന്ന് കിട്ടണം. അവിടെ വെക്കുന്ന തൊഴിലാളികൾക്ക് എന്ത് ചെയ്യണം, വേതനം കൊടുക്കണം. മൂലധനം, അതായത് ആ ഒരു തൊഴിലാളി ആ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ക്യാഷ് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആദ്യം ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു പലിശയായിട്ട് അതിനെന്ത് കിട്ടണം, പൈസ കിട്ടണം അല്ലേ, ഇതിൽ നിന്ന് കിട്ടണം. പിന്നെ സംഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ ഒരു വ്യക്തിയായിരിക്കും ആ സംഘാടനം എല്ലാവരെയും ഇറക്കി കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്ന ആൾക്ക് അതിൽ നിന്നൊരു ലാഭം കിട്ടാനുണ്ട്. അങ്ങനെ ഇതെല്ലാം കിട്ടിയെങ്കിൽ ആ ഒരു ഉൽപ്പാദനം അല്ലേ, ആ ഒരു നെല്ലുൽപ്പാദനം എന്തുൽപ്പാദനമായാലും അത് ലാഭകരം എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും പ്രധാനമാണ്.
അതായത് നമുക്ക് എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഉൽപ്പാദനത്തിൽ നിന്നുള്ള ആ ഒരു വരുമാനം അല്ലേ, നമുക്ക് വരുമാനം കിട്ടിയാൽ പോരാ, അത് എല്ലാവർക്കും എത്തുന്നുണ്ടോ നല്ല രീതിയിൽ, ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന് വേണ്ട രീതിയിൽ അവർക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ എന്താണ്, പ്രതിഫലം കിട്ടുന്നുണ്ടോ ഉള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, 3 സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ്, എന്താണ് സമ്പദ് വ്യവസ്ഥ? സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം വിവിധ സേവനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ. ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം. അതായത് എന്താ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അതിൻ്റെ ഉൽപ്പാദന രീതി, വിതരണം ചെയ്യുന്ന രീതി, ഉപഭോഗം ചെയ്യുന്ന രീതി, അത് എങ്ങനെയാണ് എന്ന് ഓരോ രാജ്യവും സ്വീകരിക്കുന്ന അവരുടെ രീതിയെയാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്. സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതായത് സമ്പദ് വ്യവസ്ഥയിൽ മനുഷ്യനിർമ്മിതമായതുകൊണ്ട് തന്നെ അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ നിർമ്മിക്കുന്നതാണല്ലോ അല്ലേ, നമ്മൾ നിർമ്മിക്കുന്നതായതുകൊണ്ട് തന്നെ അത് മാറിക്കൊണ്ടേയിരിക്കും, മനുഷ്യനിർമ്മിതമാണ്. അതുപോലെ ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഉൽപ്പാദനം, വിതരണം, പിന്നെ ഉപഭോഗം എന്നിവയാണ് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന ഘടകങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതാണ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ നമുക്ക് ബാക്കി സമ്പദ് വ്യവസ്ഥയിൽ ഇതിൻ്റെ ബാക്കി എന്ത് ചെയ്യാം, ഏതൊക്കെ രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥ, ഓരോ രാജ്യങ്ങളും ഏതൊക്കെ രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം കേട്ടോ.